മാതാർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയിലെ നമ്മൾ ലാലേട്ടനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കണ്ടതാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ നമ്മൾ കണ്ടതാണ്. ആ സിനിമ ഇറങ്ങുന്നത് ജൂൺ 27-നാണ് ആ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാട്ടപരാധമാണ് എക്സ്പെക്ട് ചെയ്തത് ട്രെയിലറിൽ. പക്ഷെ ഞാൻ ആ എക്സ്പെക്ട് ചെയ്ത് അത്രയും അങ്ങോട്ട് പ്രോബ്ലമായിട്ട് ട്രെയിലർ എനിക്ക് തോന്നിയില്ല. എങ്കിലും ട്രെയിലർ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും അലമ്പായിട്ടില്ല ട്രെയിലർ. പിന്നെ ഈ ഒരു സിനിമയിലാണെങ്കിൽ ലാലേട്ടൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഭയങ്കര നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇത്രയും വലിയൊരു നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ. അദ്ദേഹമാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കിടിലം കംബാക്കാണ് ഈ ഒരു വർഷം കൊടുത്തിരിക്കുന്നത്. ചെയ്ത പടങ്ങളെല്ലാം കിടിലം, അതും അടിപൊളി പടങ്ങളും. അതേപോലെ തന്നെ ബോക്സ് ഓഫീസ് വൈസ് ആണെങ്കിലും മലയാള സിനിമയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ കംബാക്കുമായിരുന്നു ഈ വർഷം അദ്ദേഹം നടത്തിയത്. എന്നിട്ട് പോയി ഇതുപോലൊരു സിനിമയ്ക്ക് തല വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിനൊരാളാണ് കാരണം. അതിന് മോഹൻ ബാബു എന്ന് പറഞ്ഞ ടോളിവുഡിലെ പണ്ടത്തെ ഏറ്റവും വലിയൊരു നടനാണ്. ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായിരുന്നു പണ്ടത്തെ ഒരു സമയത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയിലാണെങ്കിൽ ഈ ഒരു റോള് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പം ഭയങ്കര ട്രോൾ മെറ്റീരിയലായിട്ടൊക്കെ ആണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ആ മുഖത്ത് വരച്ചിരിക്കുന്ന കറുപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും അത്രയും കുഴപ്പമില്ലായിരുന്നു. അതുകൂടെ ചെയ്തപ്പോഴാണ് ഇത്രയും പ്രശ്നമായത്. പിന്നെ ആകെ ആശ്വസിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ നായകനായിട്ടുള്ള ആൾ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ഈ സിനിമയിൽ 18 മിനിറ്റുള്ളൊരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ ഈ സിനിമയിൽ 18 മിനിറ്റ് ലാലേട്ടൻ്റെ പോർഷൻ കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. അത് നമ്മുടെ ട്രെയിലറിനകത്ത് തന്നെ അത് വ്യക്തമാണ്. പിന്നെ ഈ സിനിമ ശരിക്കും നടന്നൊരു കഥയാണ്. പരമശിവനെ ഏറ്റവും ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിട്ടുള്ള ഒരാളുടെ കഥയാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് ഇഷ്ടമല്ലാത്ത ഒരാൾ ലാസ്റ്റ് ഈ ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വൺലൈൻ കിടിലം വൺലൈനാണ്. പക്ഷെ അത് എടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഈ പടം ചെയ്താലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പം തല വെച്ച് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരട്ടെ. നല്ല അല്ലെങ്കിൽ പോലും അത് പറഞ്ഞ 18 മിനിറ്റിൽ താഴെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ട്രോളും കാര്യങ്ങളും ഒന്നും ഇപ്പം വഴി വരുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ സിനിമ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആകുവാണെങ്കിൽ ആകട്ടെ. നമുക്ക് ഇപ്പം ഒരു സിനിമ മോശമാണോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നല്ലൊരു സിനിമയായിട്ട് തന്നെ വരട്ടെ. ഇനിയും ലാലേട്ടനാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒത്തിരി അടിപൊളി പടങ്ങളൊക്കെ ചെയ്ത് കിടിലനായിട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും.